5 ദിർഹംസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു സൂപ്പർ ഫാമിലി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ചാനലിലെ ഏറ്റവും ഫസ്റ്റ് ഹോൾ വീഡിയോ ആയിട്ടാണ്. കുറേ തവണ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യണം എന്നുള്ളത്. പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ നടന്നില്ല. മെയിനായിട്ട് മടിയെന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ സാധനങ്ങളൊന്നും തുറന്നില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അതിൽ നിന്ന് തുറന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കിങ്ങനെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒരു മനപ്രയാസം പോലെ ഉണ്ടാവില്ലേ? നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തു. എന്നാലും ഞാനത് ഇവിടെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ ഹോൾ വീഡിയോ എന്നല്ലേ, നമ്മുടെ ടെമുവിൻ്റെ ഹോൾ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ. അന്നേരത്തെ ഞാൻ അങ്ങനെ ഒരുപാട് വലിയ സാധനങ്ങളായിട്ടൊന്നുമല്ല മേടിച്ചേക്കണം. ഇങ്ങനെ കുട്ടി സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. റേറ്റും ആണെങ്കിലും അതെ, ഭയങ്കര ചെറിയ കുറവ് റേറ്റിനാണ് കിട്ടുന്നത്. ആ ഒരു റേറ്റിനുള്ള ക്വാളിറ്റി അവർ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഫസ്റ്റ് ഇതിന്ന് പറഞ്ഞു. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആക്ച്വലി ഓപ്പൺ ചെയ്യും. ഇത് ആക്ച്വലി ഇത് കണ്ടോ, കാണുന്നുണ്ടോ? ഇത് നമുക്ക് നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൽ വെച്ചിട്ട് മേക്കപ്പിൻ്റെ ബ്രഷും സാധനങ്ങളും എല്ലാം വെക്കാം. ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഐലൈനർ, അങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൽ വെക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കിത് നമ്മുടെ കിച്ചണിലും വെക്കാം, സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഇതെന്തായാലും ഡ്രസ്സിങ് ടേബിളിലേക്ക് മേടിച്ചാട്ടോ. എങ്ങനെയുണ്ട്? ആക്ച്വലി എനിക്ക് ഇപ്രാവശ്യം ഒരു ഓഫർ ഉണ്ടായിരുന്നു. 2 സാധനങ്ങൾ ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇത് സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു 36 അങ്ങനെ എന്തോ ഒരു റേറ്റാണ്. ഒരുപാട് ഇതൊന്നുമല്ല, പക്ഷെ നല്ല സാധനം. അപ്പോൾ എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ സെക്കൻഡ് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയത് ഹെയർ കേളർ. കാണുന്നുണ്ടോ? ട്രാവൽ ചെയ്യണ സമയത്താണെങ്കിലും, കാരണം എന്താ വെച്ചാൽ ഇത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കോമ്പുണ്ട്. ഹെയർ സെക്ഷൻ എടുത്ത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്സ് വരെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഹെയർ ഇങ്ങനെ വെച്ചിട്ട് ഒരു സെക്ഷൻ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വെക്കാനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ല. ഇത് ചാർജർ. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ സാധനത്തിലേക്ക് കിടക്കാം. യെസ്, അതെ, ഇതാണ്. ഇത് നമ്മൾ ഇതിൽ ആക്ച്വലി ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഉള്ള സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. കാണുന്നുണ്ടോ നമുക്ക്? എന്നിട്ട് ഈ ബട്ടൺ അമർത്തി പിടിക്കുക. കണ്ടോ? ഹെയർ ഉള്ളിലേക്ക് പോയി ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കും. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് എന്താ പറയുക, അധികം ഞാൻ സെക്ഷൻ എടുത്തുകൊണ്ട് പക്ഷെ കാണുന്നുണ്ടോ? കുറച്ച് നമ്മൾ കറക്റ്റായിട്ട് സെക്ഷനൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നല്ലതാട്ടോ. ഞാൻ ഇതേപോലെ കിട്ടിയ സമയത്ത് തന്നെ ഇവിടുന്ന് ഒരു മുടി എടുത്ത് ചെയ്ത് നോക്കിയായിരുന്നു. അത് ഇത്രയും വീതിക്ക് എടുക്കരുത്, നമ്മൾ കുറച്ചായിട്ട് എടുത്ത് ചെയ്താൽ ആക്ച്വലി നല്ലതാണ്. നല്ലോണം കിടക്കണവും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ സെക്കൻഡ് ഗിഫ്റ്റ് ഫ്രം ടെമു. പിന്നെ അടുത്തത് നമ്മുടെ മേക്കപ്പ്. ഇതൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ. ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ആക്ച്വലി കാണുമ്പോൾ ഒരു ഹരത്തിന് വേണ്ടി മേടിക്കുന്നതാണ്. ഞാൻ ആക്ച്വലി ഫൗണ്ടേഷനൊന്നും ഇടാറില്ല. കുഴപ്പമില്ല, നല്ല. അങ്ങനെ ഇത് 3 3 ദിർഹംസ്. അപ്പം അങ്ങനെ നമുക്ക് ഈ 2 ദിർഹംസ് 3 ദിർഹംസ് എനിക്ക് അങ്ങനെ കേട്ടോ. എനിക്കങ്ങനെ വലിയ സാധനങ്ങൾ മേടിക്കണേക്കാട്ടും ഇഷ്ടം കുട്ടി സാധനങ്ങൾ. 1 ദിർഹംസ് 2 ദിർഹംസിനൊക്കെ ഉള്ള കുട്ടി സാധനങ്ങൾ കിട്ടും. അതൊക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടം. ഞാൻ ഇട്ടേക്കുന്ന മാല, എൻ്റെ ഡേറ്റ് ഓഫ് ഇയർ
വിട്ടിട്ട് ഒരു മാല. ഞാൻ എപ്പം മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായി. പക്ഷെ ഞാനത് ഇടണമുണ്ട് ഇപ്പോൾ ഡെയിലി. പക്ഷെ എന്നിട്ട് പോലും അതിൻ്റെ കളർ പോകുന്നുമില്ല. ഭയങ്കര നല്ല സാധനം. പക്ഷെ ഇത് ആക്ച്വലി 3 ദിറംസ് ഉള്ളൂ ഗൈസ്. ഞാൻ 5 ദിറംസിൻ്റെ വേറൊരു മാല മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ ബ്ലാക്കായി. അപ്പം നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഒരു 3-4 മാലകൾ അതേപോലെ മേടിച്ചു. 3-4 ദിറംസ് അങ്ങനെയൊക്കെ കണ്ടിട്ട് 3-4 മാലകൾ മേടിച്ചു. ആണ് അവസ്ഥ എന്നുള്ളത്. പിന്നെ തലയിലിടുന്ന നമ്മൾ ചിലത് ബുഷ് എന്ന് പറയും, റബ്ബർ ബാൻഡ് എന്ന് പറയും, പലതും പറയും. കണ്ട 3 ദിറംസിന് ഒരുപാട് മോതിരങ്ങൾ. ഇത് ഫുള്ള് മോതിരങ്ങളാട്ടോ. പല ഡിസൈനിലുള്ള റിങ്സ്. ഇത് കാണുന്നുണ്ടോ നമുക്ക്? ഇങ്ങനെ കുറേ തരമുണ്ട്. ഇതെനിക്കിഷ്ടമായി. നോക്കൂ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇതും അതെ, ഈ പറഞ്ഞ മാതിരി 2-3 ദിറംസ് അത്രയേ ഉള്ളൂ. പിന്നെ ഞാനൊരു സാധനം മേടിച്ചു ഗൈസ്, 5 ദിറംസ്. 5 ദിറംസ് നമുക്കപ്പോൾ ഒരുപാട് നേരം വെച്ചുകൊണ്ടൊന്നും എവിടെയും പോകാനും കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ. ചിലപ്പോൾ കണ്ണടിച്ച് പോയി എന്നൊക്കെ വരും. കാരണം 5 ദിറംസല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെറുതെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം വെക്കുക, എടുക്കുക, ഊരി വയ്ക്കുക. അപ്പോൾ അത് അങ്ങനെ ഇത് മേടിച്ചു. ഇത് 5 ദിറംസ്. പിന്നെ ഞാൻ ഒരു വാച്ച് മേടിച്ചു, 10 ദിറംസ്. അത് വേണ്ട. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ടെമൂന്ന് മേടിച്ചേക്കുന്ന ഒരു സാധനമാണ് മൊബൈലിൻ്റെ ബാക്ക് കവർ. ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇത് ജസ്റ്റ് സാധാരണ. ഇത് ആക്ച്വലി എനിക്ക് അറിയില്ല, ഞാനിത് ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തു. ഇത് ആക്ച്വലി എനിക്ക് ആവശ്യം ഉണ്ടായില്ല, വെറുതെ പ്ലെയിൻ. കാരണം ഞാൻ ആ പ്ലെയിൻ ആദ്യം സെലക്ട് ചെയ്തിട്ട് പിന്നെ മാറ്റിയതായിരുന്നു ഇത് മേടിക്കാൻ വേണ്ടി. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ചെറിയൊരു ഗ്ലിറ്റർ ടൈപ്പാണ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിൽ കാണുമ്പോൾ എനിക്ക് ഒന്ന് പൊടി പിടിച്ച പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അല്ല, ഇതൊരു ഗ്ലിറ്റർ ടൈപ്പാണ്. ഇതുണ്ട്. പിന്നെ അത് കണ്ടോ, നമുക്ക് നമ്മുടെ കാർഡൊക്കെ ഇവിടെ വെക്കാം. ഫോൺ ഇവിടെ വയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് കാർഡൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് എനിക്ക് ആക്ച്വലി കണ്ടപ്പോൾ യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഇപ്പോൾ നമ്മുടെ മെട്രോ കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെ 3. ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനുള്ളത്. ഇത് 1 ദിറംസിന് എത്ര എണ്ണം ഉണ്ട്? ഒരു 10-15 എണ്ണം ഉണ്ടാവും ഇങ്ങനത്തെ ഓരോ പീസുകൾ. അതും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇതും അതെ, ഇത് എനിക്ക് കണ്ടിട്ട് നല്ല കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നി, അങ്ങനെ മേടിച്ചാൽ. പിന്നെ എൻ്റെ ഇതിലിടാമല്ലോ, കണ്ടോ? ഇതൊന്നും ഞാൻ യൂസ് ചെയ്യണതല്ല ഗൈസ്, പക്ഷേ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിച്ചു. നമ്മൾക്ക് ഡ്രസ്സിങ് ടേബിളിൽ വയ്ക്കാൻ ഇത് മേടിച്ചല്ലോ. യെസ്. അപ്പം അങ്ങനെ ഇതും മേടിച്ചു. പിന്നെ ഇത് മേടിച്ചു, നമ്മുടെ ബ്രഷും പേസ്റ്റൊക്കെ ഇട്ട് ഇത് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഇത് വേണ്ട ഇതിലിട്ട് വയ്ക്കാം നമ്മുടെ ബ്രഷൊക്കെ. അപ്പം അങ്ങനെ ഇത് മേടിച്ചു, ടൈറ്റായിട്ടിരിക്കും. പിന്നെ ഞാൻ കിച്ചണിലേക്കൊരു വെറുതെ കണ്ടൊരു ഭംഗി തോന്നി. ആക്ച്വലി ഇത് ഞാൻ ടെമൂല് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടിയും വലുതാണ് കേട്ടോ. പക്ഷെ വന്നപ്പോൾ മനസ്സിലായി കുഞ്ഞൊരു സാധനമായിരുന്നു. കിച്ചൺ റൂൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഈ ഒരു സാധനം മേടിച്ചു. ഇതൊക്കെ എപ്പോൾ ഞാൻ ഹാങ് ചെയ്യുന്നുള്ള കാര്യം അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. നാട്ടിൽ നിന്ന് രഞ്ജുവൊക്കെ വന്ന സമയത്ത്, അതായത് ഇവിടേക്ക് മാറുന്ന സമയത്ത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ അവിടെ ഇവിടെ ഹാങ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കാര്യം അറിയില്ല. നോക്കട്ടെ, പറ്റിയാൽ പെട്ടെന്ന് തന്നെ ചെയ്യണം. പിന്നെ ഇത് മേടിച്ചു, നമ്മുടെ പുറം നല്ലോണം ഉരയ്ക്കാനായിട്ട് ഇത് മേടിച്ചു. ഇതും പിന്നെ നമ്മുടെ വാഷ് ബേസിൻ കഴുകാൻ. ഞാനിപ്പോൾ കുറച്ചിങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, പിന്നെ എനിക്കുള്ള കുട്ടി കുട്ടി സാധനങ്ങൾ, പിന്നെ രഞ്ജു പിണങ്ങണ്ടെന്ന് വെച്ച് രഞ്ജുവിനും കുറച്ച് അല്ലറ ചില്ലറ എന്തൊക്കെയോ കുട്ടി കുട്ടി സാധനങ്ങൾ മേടിച്ചു. ഇത് ലാവൻഡർ സ്ലീപ്പ് സ്പ്രേ കണ്ടോ, നല്ല സ്മെല്ലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ആ പ്ലാസ്റ്റിക് കവർ മാറ്റിയപ്പോൾ തന്നെ ഡീപ്പ് സ്ലീപ്പ്, എൻജോയിങ് സ്ലീപ്പ്. ഓക്കെ, എല്ലാം തോന്നുന്നു. കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ മേടിക്കുന്നത്, ഡബ്ബാസ്. ഇതും ഒരു ഓഫർ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചത്. ആക്ച്വലി ഭയങ്കരമായിട്ട് ചെറുതായിപ്പോയി.
ഫോട്ടോയിൽ കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു പൊടികളെല്ലാം ഇതിലിട്ട് വെക്കാം, എല്ലാം അപ്പോൾ ഒരുപോലെ ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് മേടിച്ചത്. പക്ഷേ ഇത് ഭയങ്കര ചെറുതാണ്. ഇത് മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് വെക്കണ ഇതിൻ്റെ അത്രയേ ഉള്ളൂ. ഇത് പിന്നെ ഞാനൊരു വാലറ്റ് മേടിച്ചു ഗൈസ്. ഇവിടെ ഒരു ഇതുണ്ട്, പിന്നെ പുറത്തും ഇതേപോലെ ഒരു സിബും, പിന്നെ കുറച്ച് കാർഡ്സ് വെക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇത് ചെറുതാണ്. പിന്നെ ഇത് മേടിച്ചു. കുറേ ആയിട്ട് ഞാൻ കാണാറുണ്ട്, ഞാൻ ആമസോണിൽ അവിടെ ഇവിടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് തല കഴുകണ ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആയിട്ട് കാണാറുണ്ട്, പക്ഷെ മേടിക്കാറില്ല. കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അറിയില്ല കേട്ടോ എത്രത്തോളം ആവും എന്നുള്ളതൊന്നും. എന്തായാലും സോ കൂൾ എന്നും പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ട്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയാം. പിന്നെ ഇത് കാലിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഈ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല. ഇതും ഇതേപോലെ വീഡിയോ കണ്ട് ഞാൻ മേടിച്ചതാണ്, അറിയില്ല, യൂസ് ചെയ്തിട്ടില്ല. ഒരു ബ്ലേഡ് ഉണ്ട്, കണ്ണുണ്ടോ? പിന്നെ ഇതൊക്കെ ഞാൻ രഞ്ജുവിന് മേടിച്ചത്. രഞ്ജുവാണ് അവിടുത്തെ ഷൂ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഷൂ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെനിക്ക് ആക്ച്വലി കണ്ടിട്ട് ഇഷ്ടമായിട്ടാണ്, നല്ല ക്യൂട്ടുമാണ്, നല്ല കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് സോപ്പോ എന്താ ലിക്വിഡോ എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ ഒഴിച്ചിട്ട് ഇത് ക്ലോസ് എന്നിട്ട് ഇതേപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പിന് കണ്ട എന്നിട്ട് വെറുതെ ജസ്റ്റ് ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഷൂ വാഷ് ചെയ്യാനായിട്ടുള്ളതാണിത്, ഷൂ ക്ലീൻ ചെയ്യാനായിട്ട്. ഇതാണ് എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ ആക്ച്വലി ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പിക്ചർ, ഇതിൻ്റെ പിക്ചർ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം. ഇത് ഞാൻ കണ്ടപ്പോൾ ആക്ച്വലി ഒരു റൗണ്ട് എന്നിട്ട് അതിൽ കുറേ ഇങ്ങനെ കോട്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കത് ഇഷ്ടമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പോൾ നോക്കും ഇങ്ങനെ സെപ്പറേറ്റ് കുറേ, ഇതും സെപ്പറേറ്റ്, അതിൻ്റെ ഉള്ളിലും അത് ചെറിയ 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 കോട്ട്സ് ആയിട്ട് അവരിങ്ങനെ സെപ്പറേറ്റ് തന്നേക്കാണ്. ഇനി ഇത് ഏത് കാലത്ത് ഞാൻ ഒട്ടിച്ച് ഒന്നാക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊരു അബദ്ധം പറ്റി. പിന്നെ ഇത് മേടിച്ചു. ഇത് നമ്മുടെ ഡോറിൻ്റെ ബാക്കിൽ ഹാങ് ചെയ്തിട്ട് നമുക്ക് ഇത് ആക്ച്വലി അതിൽ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ കുറേ ആക്ച്വലി പറയേണ്ടി തോന്നുന്നു. ഇത് ഡോറിൻ്റെ ബാക്കിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം. കണ്ടോ, ഇത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫോട്ടോസ് കാണിച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇന്നേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഡോറിൻ്റെ ബാക്കിലിട്ടിട്ട്. ഇതും നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇതും അടിപൊളി ഐറ്റം ആണ്. ഇത് മേടിച്ചു. ഇതും അതെ, ഇതേപോലെ നമുക്ക് ഷെൽഫിൽ ഒരു ഓർഗനൈസർ അത്ര തന്നെ കണ്ടോ, കാണുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ വേണമെങ്കിൽ തേച്ച ഡ്രസ്സുകളും വെക്കാം കേട്ടോ. കറക്റ്റ്, തേച്ച ഡ്രസ്സുകളും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ കാണുകയും ചെയ്യാം ഏതാ എന്താന്നൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി സാരിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷന് മാത്രം ഇടണ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡ്രൈ ക്ലീനൊക്കെ ചെയ്ത് ഭദ്രമായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ്. പിന്നെ ഇത് പിന്നിലിരിക്കുന്ന തുമ്പി, അത് ഞാൻ ടെമൂന്ന് മേടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ടെമൂലുണ്ട്. എനിക്കെന്തായാലും ടെമു ആക്ച്വലി ഭയങ്കര ഇഷ്ടമാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം. ഇങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങൾക്ക്, മെയിൻ വലിയ സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ മേടിച്ച് നോക്കിയില്ല. പിന്നെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്താണെന്നറിയോ? സമയത്തിന് നമുക്ക് സാധനം കിട്ടില്ല. അതായത് പെട്ടെന്ന് കിട്ടില്ല. ആദ്യം ഫസ്റ്റ് ടൈമൊക്കെ ഓർഡർ ചെയ്യണ സമയത്തും ഒരു 10 days അതായിരുന്നു അവരുടെ ഒരു ഇത്. എന്നിട്ട് ആ സമയത്ത് കിട്ടാറുണ്ട്. ഞാനിപ്പോൾ ഒരു 5-6 തവണ അതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഒരു 2-3 തവണ 4 തവണയൊക്കെ ആയിട്ട് എനിക്ക് ഓക്കെ ആ ഒരു 10 days അറ്റ്ലീസ്റ്റ് കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 തവണയായിട്ട് ഇപ്പോൾ ഞാൻ ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് 2 ടീഷർട്ട് ചേച്ചി പറഞ്ഞിട്ട് എനിക്കും രഞ്ജുവിനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 24th അവർ ഡെലിവറി പറഞ്ഞേക്കണം. പക്ഷെ ഇതുവരെ അവർ ഡിസ്പാച്ച് പോലും ചെയ്തിട്ടില്ല, പാക്ക് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായിട്ട് ഭയങ്കര ഡിലേ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഗുണം നമുക്കുള്ള എന്താണെന്നറിയോ? കഴിഞ്ഞ തവണ ഞാൻ ഓർഡർ ചെയ്തിരുന്നു ഒരു 110 dirhams വേണ്ടിയിട്ട്.
എന്നിട്ട് അവരെനിക്ക് പറഞ്ഞ ഡേറ്റിന് കിട്ടിയില്ല, അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല. ഞാനിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. 4ാമത്തെ ദിവസം ഞാൻ വീണ്ടും അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ആ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തന്നു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ സാധനങ്ങൾ ആക്ച്വലി എനിക്ക് ഫ്രീ ആയിട്ട് ടെമു തന്ന പോലെ. ഈ എൻ്റെ എമൗണ്ടും റീഫണ്ട് ചെയ്ത് തന്നു. അതിൻ്റെ കൂടെ തന്നെ 20 ദിറംസ് അവർ ക്രെഡിറ്റ് നമുക്ക് തരും, അവർ പറഞ്ഞ ടൈമിൽ ഡെലിവറി ചെയ്തില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന സാധനങ്ങളും എന്തായാലും 20 ദിറംസ് ഉറപ്പായി. കാരണം എന്താ വെച്ചാൽ അത് കിട്ടില്ല, എനിക്ക് 24th കിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളും ഉണ്ട്, കുറച്ച് ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അർജൻറ്റായിട്ട് ഓർഡർ ചെയ്യണ സാധനങ്ങളൊന്നും ആരും ടെമുന്ന് ഓർഡർ ചെയ്യരുത്. നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് നേരത്തെ ഓർഡർ ചെയ്യാൻ പറ്റുമോ എന്നാൽ നല്ലതാണ്. ഇതേപോലത്തെ കുഞ്ഞു സാധനങ്ങൾ, കിച്ചണിലേക്കുള്ളത് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടെമൂസ് വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്നല്ല, ആ വിലയ്ക്കുള്ള സാധനം എന്തായാലും ഉണ്ടാവും. 2-3 രൂപയ്ക്ക് നമുക്ക് ഇതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഈ കേളർ പക്ഷേ 149 ദിറംസ് ആട്ടോ കാണിച്ചിരുന്നത്. വെയിറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇതെന്തായാലും എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന്, ഹെയർ മൊത്തത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം അതിൻ്റെയും കൂടി ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഹോൾ വീഡിയോ ആയതുകൊണ്ട് എനിക്കറിയാം കുറേ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. കാരണം എനിക്കറിയണില്ല എങ്ങനെയാണ് ഇരുന്ന് ചെയ്യേണ്ടത്, പറയേണ്ടത്, റിവ്യൂ പറയേണ്ടത്. എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് റിവ്യൂ പറയാനോ ഇതിനൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഹോൾ വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.